പാക് അധീന കശ്മീരിൽ വെള്ളപ്പൊക്കം. ഹട്ടിൻബാല ജില്ലയിൽ ജല അടിയന്തരാവസ്ഥ. ഝലം നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഉറി അണക്കെട്ട് മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ തുറന്നതാണ് വെള്ളം ഉയരാൻ കാരണമെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ബി ബാലഗോപാൽ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും. ബാലു, പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്താണ് സംഭവം? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ജലം നദിയുടെ ഈ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതെന്നാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകളിൽ നിന്ന് പറയുന്നത്. അതായത് ഇന്ന് ഉറി ഡാമിലെ വെള്ളം ഇന്ത്യ മുന്നറിയിപ്പ് കൂടാതെ തുറന്നതും അതുവഴി ഈ പാക് അധീന കശ്മീരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഈ പാകിസ്ഥാൻ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആ പരിസര പ്രദേശത്ത് ജലം നദി തീരത്ത് താമസിക്കുന്നവർക്ക് അടിയന്തരമായി തന്നെ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഈ പാക് അധീന കശ്മീരിലെ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വലിയ തോതിലുള്ള ഒരു ഫ്ലാഷ് ഫ്ലഡ്, അതായത് മിന്നൽ പ്രളയം പോലെ തരത്തിലുള്ള ജലമാണ് ഇപ്പോൾ ഉയരുന്നതെന്നാണ് ഈ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ജലം നദിയുടെ വെള്ളം ക്രമാതീതമായി ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ഉറി അണക്കെട്ടിലെ ഈ ജലം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇന്ത്യ തുറന്നുവിട്ടു എന്നാണ് ഈ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതികരണം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഒഴുക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജേലം, ചെനാബ് നദികളുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്നായിരുന്നു ഈ ജലനിരപ്പ് ഉയരുകയും തുടർന്ന് ഈ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തതെന്നാണ് ഈ പാക് മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ജലം നദി ഉയരുന്ന ഭാഗങ്ങളിൽ പലയിടത്തും ഇപ്പോഴും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണെന്നും ഹട്ടിൻബാല ജില്ലയിൽ പൂർണ്ണമായും ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണെന്നുമാണ് ഈ ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. ഉറി അണക്കെട്ട് മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ തുറന്നതാണ് ഈ വെള്ളം ഉയരാൻ കാരണമെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്.